മതവിദ്വേഷം വളർത്തുന്ന തരത്തിൽ നെയ്യാറ്റിൻകരയിൽ ആയുധങ്ങളുമായി പ്രകടനം നടത്തിയ കേസിൽ 200ഓളം വിഎച്ച്പി വനിതാ നേതാക്കൾക്കെതിരെ കേസെടുത്തു. വിശ്വഹിന്ദു പരിഷത്തിന്റെ പോഷക സംഘടനയായ ദുർഗാവാഹിനി സംഘടിപ്പിച്ച പദസഞ്ചലനം പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നേരെയാണ് ആര്യൻകോട് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, ഏത് സാഹചര്യത്തിലായിരുന്നു വിഎച്ച്പി വനിതാ പ്രവർത്തകരുടെ ഈ റാലി? എപ്പോഴായിരുന്നു ഇത്? അശ്വതി, ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കഴിഞ്ഞ 22-നായിരുന്നു കേസിനാസ്പദമായ സംഭവം അരങ്ങേറിയത്. ഈ വനിതാ പ്രവർത്തകർ അവർ ആയുധങ്ങളുമേന്തി റോഡിലിറങ്ങി എന്നുള്ള ഒരു കാരണം ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ ആര്യൻകോട് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 15-ന് ആരംഭിച്ച ഈ ഒരു പഠന ശിബിരം 22-ന് സമാപിക്കുകയായിരുന്നു. സമാപനത്തോടനുബന്ധിച്ചായിരുന്നു ഇവരൊരു പദസഞ്ചലനം നടത്തിയത്. പദസഞ്ചലനം നടത്തിയ സമയത്ത് ആയുധങ്ങൾ കയ്യിലേന്തി മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു നവമാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു എന്നായിരുന്നു പോലീസ് നമ്മളോട് നൽകുന്ന വിവരം. എന്നാൽ ചില സംഘടനകൾ ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു, ചാട്ടാക്കട DSPക്ക് ഉൾപ്പെടെ. അതിന്റെ അടിസ്ഥാനത്തിലും കേസെടുത്തു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. എന്തായാലും 200ഓളം പ്രവർത്തകർക്കെതിരെയാണ്, കണ്ടാലറിയാവുന്ന 200ഓളം പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അരുൺ, തുടരുക. वृक्षासन विभाग 1 അരുൺ, ഇതിലിപ്പോൾ കാണുന്നതിൽ അധികവും ചെറിയ പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത്. അല്ലാതെ മുതിർന്ന സ്ത്രീകളും ഈ റാലിയിൽ ഉണ്ടായിരുന്നു ആയുധങ്ങളേന്തി. അതിലൊരു അവ്യക്തത ഉണ്ട്. എന്തായാലും വിശ്വഹിന്ദു പരിഷത്തിന്റെ പരിവാർ സംഘടനയായ ദുർഗാവാഹിനിയിൽ 15 മുതൽ 35 വയസ്സ് വരെയുള്ള കുട്ടികൾ ആൾക്കാരാണ് അംഗങ്ങളായുള്ളത്. ഇവര് ജില്ലയുടെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പ്രവർത്തകരാണ്. ഇവർക്ക് വർഷം തോറും ഈ ഒരുത്തരം ശിബിരം നടത്താറുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു, മുമ്പും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ശിബിരത്തിൽ ആണ് ഈ ഒരു എന്തായാലും ഇത്തരം വാളുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി പുറത്തിറങ്ങിയെന്നുള്ള നവമാധ്യമങ്ങളിൽ വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസെടുത്തത്. എന്തായാലും മുതിർന്നവർക്ക് ഉൾപ്പെടെയുള്ളവർക്കായിരിക്കാം ആദ്യം കേസ് എടുക്കുന്നത്. മറ്റു കുട്ടികളുടെ കേസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വരും മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ അരുൺ, ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ അവരുടെ ഒരു ശക്തി പ്രകടനം എന്നോണമായിരുന്നു ഈ റാലി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ആയുധങ്ങളുമായി എല്ലാവരും, ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാവരും ആയുധങ്ങളുമായി പോവുകയായിരുന്നോ ചെയ്തത്? ഇത് എവിടെ നിന്ന് എവിടെ വരെ ആയിരുന്നു ഈ റാലി? തീർച്ചയായും ഇത് എല്ലാവരും ആയുധങ്ങൾ ഏന്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഒരു 10-ൽ താഴെയുള്ള പ്രവർത്തകർ വാൾ കയ്യിൽ ഏന്തുകയും മറ്റുള്ള കമ്പ് പോലുള്ള കമ്പ് കയ്യിൽ കരുതുകയാണ് ചെയ്തിരുന്നത്. ഏകദേശം 2 കിലോമീറ്ററോളം വരുന്ന ഈ കീഴാറൂർ പ്രദേശത്ത് 2 കിലോമീറ്ററോളം വരുന്ന പ്രദേശത്തായിരുന്നു ഇവരുടെ സഞ്ചാരം ഉണ്ടായിരുന്നത്. കീഴാറൂർ വിദ്യാലയത്തിലായിരുന്നു, കീഴാറൂർ സരസ്വതി വിദ്യാലയത്തിലാണ് ഇതിന്റെ സമാപനം കുറിച്ചത്. അതെ അരുൺ, എന്തായാലും ഈ ചെറിയ കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന്, പെൺകുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്